ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മലവെള്ള പാച്ചിലാണ്. ഈ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ഈട്ടിത്തടിയോ തേക്കിൻ്റെ തടിയോ നിന്നാൽ കട പുഴകി അത് പോവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ പാരമ്പര്യം നോക്കിയല്ല. ഇത്തവണ LDFിനെതിരെ പിന്നെ വിധി എഴുതാൻ കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹത്തിന് മുമ്പിൽ സ്ഥാനാർത്ഥിയുടെ പാരമ്പര്യവും പൈതൃകവും സൗന്ദര്യവും ഒന്നും ഒരു വിഷയമല്ല. UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ നിങ്ങൾ UDFിന് ബാലി കയറാൻ മലയാണെന്ന് വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ പോലും ഇത്തവണ ജയിച്ചു കയറും. ഞാൻ പറയുന്നു, ഇത്തവണ 111 സീറ്റുകൾ UDF നേടി അധികാരത്തിൽ വരും. 977-ൽ 111 സീറ്റ് നേടിയിട്ടാണ് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു 111 ഇത്തവണയും കിട്ടും. വിവാദങ്ങൾ അനവസരത്തിൽ തന്നെയാണ്. അല്ല, വിവാദങ്ങളെന്ന് പറയാൻ പറ്റത്തില്ലോ. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? നിങ്ങൾ ചാനലുകളാണ്. ഇപ്പം വിവാദങ്ങളാണ് ഇപ്പം ആവശ്യം നിങ്ങൾക്ക്. കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒരുപാട് ആളുകൾ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ആയിഷ പോറ്റി പോയി, അതുപോലെ തന്നെ മൂന്നാറിലെ MLA രാജേന്ദ്രൻ പോയി, അവസാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ സുധാകരൻ പോയി, നാട്ടിക MLA പോയി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അതുപോലെ മലമ്പുഴയിൽ എത്രയെത്ര കമ്മ്യൂണിസ്റ്റുകാരെ പോയ ശശി പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങളിൽ മാത്രമല്ല അപ്പുറത്തും ഇതൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും UDFിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന പ്രശ്നമില്ല. കാരണം ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. LDFിനെ താഴെ ഇറക്കാൻ, UDFിനെ അധികാരത്തിലേറ്റാൻ. ആ ജനങ്ങൾക്ക് ഇന്ന് നടക്കുന്ന വിവാദങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല.